കയ്യൊപ്പ്. മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ BM സുഹറ തന്റെ എഴുത്തുജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അവരോടൊപ്പം വിവർത്തകയും എഴുത്തുകാരിയുമായ ഷബിത. പ്രശസ്തനായ വാഗ്മിയും കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ MM ബഷീറിന്റെ സഹധർമ്മിണി കൂടിയായ BM സുഹറയുടെ ശ്രദ്ധേയമായ കൃതികളാണ് കിനാവ്, മൊഴി, ഇരുട്ട്, നിഴൽ, വേനൽ, ഭ്രാന്ത്, ചോയിച്ചി, ആകാശഭൂമികളുടെ താക്കോൽ തുടങ്ങിയവ. മുസ്ലിം സമുദായത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ അതേ സമുദായത്തിലെ ഒരു വനിത സ്വന്തം അനുഭവങ്ങളിലൂടെ വരച്ചു കാണിച്ചപ്പോൾ ചില കുടുംബാംഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടെങ്കിലും ആ കാലത്തെ മലയാള സാഹിത്യ ലോകത്തെ പല മഹാരഥന്മാരിൽ നിന്നും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും തന്നെയാണ് തനിക്ക് ലഭിച്ചതെന്ന് പറയുന്നു BM സുഹറ. കേൾക്കാം BM സുഹറയുടെ വാക്കുകൾ. ഞങ്ങൾ ഇന്ന് വായിക്കുന്ന പത്രവാർത്തകളാണ് 40-40 വർഷം മുമ്പേ BM സുഹറ എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതി വച്ചിരിക്കുന്നത്. സ്ത്രീധനം, വിവാഹ ബന്ധത്തിലെ മൂല്യച്യുതികൾ സംഭവിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കൃത്യമായ ക്യാരക്ടറൈസേഷനിലൂടെ, മൊഴിയിലെ നായിക ഗൾഫിലേക്ക് പോകുന്നുണ്ട്, ഭർത്താവിനൊപ്പം പോകുന്നു, എല്ലാ രീതിയിലും ജീവിതമൊക്കെ ആസ്വദിച്ച് വരുന്ന സമയത്ത് ഭർത്താവിന് ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് ഇവരിലൊരു ആരോപണം വരുന്ന രീതിയിലേക്ക് മാറുന്നു. ഒരു കൂട്ടുകാരൻ്റെ ഇടയിൽ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നു. അത് മുഴുവൻ ശാരീരിക ആവശ്യം മാത്രമായിട്ട് മാറുകയാണ് അയാളുടെ. ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന ഒരു കാലത്തും ഒരു സ്ത്രീക്കും പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഒന്ന് BM സുഹറയുടെ എല്ലാ നോവലുകളിലും ഒരു റിയലിസ്റ്റിക് ആയിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് വായിക്കുന്ന സമയത്ത് മൊഴിയും കിനാവും ചോയിച്ചിയും നിലാവും ഒക്കെ വായിക്കുന്ന സമയത്ത്, ആകാശഭൂമികളുടെ താക്കോൽ ഉൾപ്പെടെയുള്ള നോവലുകൾ വായിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എത്ര സഭ്യമായിട്ടാണ് ലൈംഗികതയെ വിശദീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഇൻസ്റ്റൻസ് എൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പോകും. ഞങ്ങളുടെ ഒരു തലമുറയിലുള്ളതായിരിക്കും അവ മറുപക്ഷെ തുറന്നു പറച്ചിലിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കഥ പറച്ചിലിൻ്റെ ഉച്ചസ്ഥായി മാറുന്നത് കൊണ്ടായിരിക്കാം എത്ര കയ്യൊതുക്കത്തോടു കൂടിയാണ് എഴുത്തിലെ ലൈംഗികത, സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒതുക്കി നിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്. വായിക്കുന്നവർക്ക് അതെല്ലാം മനസ്സിലാകുകയും പക്ഷേ എന്നാൽ അതിന് വളരെ സഭ്യമായിട്ടുള്ള സദാചാരപരമായിട്ടുള്ള ഒരു പുറംകവർ BM സുഹറ നൽകുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിച്ചത്? എങ്ങനെയാണത് സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കും എന്നെ അങ്ങനെ ഒരു സെക്സ് എത്ര ഒരു മോശപ്പെട്ട കാര്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അല്ല, ആ ജീവിതത്തിലെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിങ്ങനെ വൾഗറായിട്ട് പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമുക്ക് പറയാനുള്ളത് ഒതുക്കി പറയാം. സ്ത്രീ ഒരു ലൈംഗിക ഉപകരണം മാത്രമല്ല, അവർക്ക് മനസ്സുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒരു സമൂഹത്തെ മുഴുവനും വെറും ഒരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് കാണുന്ന ഒരു രീതിയായിരുന്നു അക്കാലത്ത്. മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമല്ല, ഞാൻ ആ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പം അങ്ങനെയല്ല, സ്ത്രീക്ക് സ്വന്തമായിട്ട് ചിന്തകളുണ്ട്, അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അത് ബോധ്യപ്പെടുത്തുക എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എഴുതാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയും എഴുതാം. രണ്ട് മനുഷ്യർ ഇടപഴകുമ്പോഴുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുമ്പം ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ കണ്ട രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അല്ലാതെ അവരിങ്ങനെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ എഴുതിയതൊന്നും അല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് എഴുതാനിരുന്നാലും ഒരു അദൃശ്യ രൂപം നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രിക്കുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്നും അസഭ്യമായ വാക്കുകളെ പറയൂല. അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാളൊരു ചീത്ത വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവളൊരു ചീത്ത വാക്ക് പറഞ്ഞു എന്ന് പറയാന്നല്ലാണ്ട് ആ പറഞ്ഞ ചീത്ത വാക്ക് പദം പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടും. നല്ല കുട്ടികൾ ഇതൊന്നും പറയാൻ പാടില്ല. പക്ഷെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രേമത്തെക്കുറിച്ചോ
അതുപോലെ സെക്സിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത്. അതിങ്ങനെ തലയിൽ അടിച്ചേൽപ്പിച്ചതുപോലെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അറിയാതെ വന്നു പോയതാണ്. ആരോ ഒരാൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, അവിടെ ഒരു സെൻസറിങ് നടത്തുന്നുണ്ട്. അല്ലാതെ ഇതൊക്കെ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ച് നമ്മൾ അല്ലല്ലോ, എഴുത്തിലൂടെ പലതും വരുന്നത് വേണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. അറിയാതെ വന്നു പോകും. ചിലപ്പോൾ തുടക്കം അവസാനമാവും, അവസാനത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആക്കണം എന്ന് വിചാരിച്ച് ഒരാളെ തുടങ്ങിയാൽ ചിലപ്പോൾ അയാൾ വില്ലനായി പോകും. അതൊക്കെ നമ്മൾ അറിയാതെ വരുന്നതാണ്. ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ബി.എം. സോറയുടെ ഒരു ലിറ്റററി സ്റ്റൈൽ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് മാനറാണ്. ഇപ്പോഴും ഒരു റിയലിസം കൂടുതലായിട്ടും ദർശിക്കാൻ പറ്റാവുന്ന നോവലുകളും കഥകളും ഒക്കെ തന്നെയാണുള്ളത്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാമ്പത്തിക ചൂഷണം, ശാരീരിക ചൂഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് സ്ത്രീകളെ പെട്ടെന്ന് അരികുക അല്ലെങ്കിൽ ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് ചവിട്ടി നിർത്താനുള്ള അവൾക്ക് മാനസികാരോഗ്യം അവൾക്ക് ശരിയില്ല, ഭ്രാന്താണ് എന്ന് വേഗം വരുത്തി തീർക്കാൻ പുരുഷാധിപത്യ സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ കുറേ ദൃഷ്ടാന്തങ്ങൾ ബി.എം. സോറയുടെ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും ഒരുപക്ഷെ ആ കാലത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുടുംബ സാഹചര്യത്തിലെ ആളുകൾ പെരുമാറിയതിൻ്റെ റിഫ്ലക്ഷനാണോ അതല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഭാവനയായിരുന്നോ? ഭാവന അല്ല. ഇപ്പോൾ എല്ലാ എഴുത്തുകാരും കാലാകാലങ്ങളായിട്ട് ശ്രമിക്കുന്നത് ജീവിതം പകർത്താനാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം പകർത്താനാണ് എഴുത്തുകാർ കാലാകാലമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു നോവലോ ഒക്കെ എടുത്ത് വായിച്ചാൽ അതിൽ കൂടി ചരിത്രം കൂടി നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സർഗാത്മക രചനകളിലൂടെ ചരിത്രം എഴുതുക എന്നുള്ളത് എഴുത്തുകാരുടെ ബാധ്യതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് അടുത്ത തലമുറയെ കാണിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കണം. അങ്ങനെ വെറുതെ പകർത്തി വെക്കാൻ പറ്റൂല. നമ്മൾ എഴുതുന്നത് വായനക്കാർക്ക് ഇഷ്ടപ്പെടണം. അതാണ് ഏറ്റവും വലിയ. എഴുതുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാധ്യത. വായിപ്പിക്കാനും കൂടി ബാധ്യത എഴുത്തുകാർക്കുണ്ട്. നമ്മളെ ഭാഷയിലും കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. അന്ന് ഷേക്സ്പിയർ എഴുതിയ ഭാഷയല്ലല്ലോ ഇന്നത്തെ ഇംഗ്ലീഷ്. അത് വായിച്ചാൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. ഹെമിംഗ്വേ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞത് അന്ന് പറഞ്ഞത് ആ ഭാഷയും ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷയും തമ്മിൽ എന്തുമാത്രം മാറിപ്പോയി. അതുപോലെ ഇന്ദുലേഖയിലെ ഭാഷയാണോ ഇന്നത്തെ നോവലുകളിൽ നമ്മൾ കാണുന്നത്? അപ്പം അതാണ്, കാലത്തിനനുസരിച്ച് ജീവിതം മാറും, ജീവിതം മാറുമ്പോൾ ഭാഷ മാറും. ഇന്ന് നമ്മൾക്ക് ഒരു സങ്കര ഭാഷയാണ്. കൊളോക്കിയൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആരും ഉപയോഗിക്കുന്നില്ല. ഇന്നെല്ലാവരും അച്ചടി ഭാഷയിലേക്ക് മാറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുഭാഷ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഡയലക്റ്റ്. ആ ഭാഷ നിലനിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും എൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ട് നാട്ടുഭാഷ. അതിപ്പോൾ ഞാൻ തലശ്ശേരി തിക്കോടിയൊക്കെയാണ് ജനിച്ചത് വളർന്നതെങ്കിൽ ഞാൻ മലപ്പുറം, കണ്ണൂർ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് എനിക്ക് ചിലപ്പോൾ തോന്നി ഈ ഭാഷയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അവരെ കൊണ്ട് വേണമെന്ന് വെച്ചാൽ സംസാരിപ്പിക്കുന്നതാണ്. വേണമെന്ന് വെച്ചാൽ സംസാരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ അറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ കഥയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. 1, 2, 4, 3 പ്രമേയങ്ങളേ ഉള്ളൂ. ആ പ്രമേയങ്ങൾ വ്യത്യസ്ത എഴുത്തുകാർ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് വ്യത്യസ്തമായ എഴുത്തുകൾ ഉണ്ടാകുന്നത്, സർഗാത്മക രചനകൾ ഉണ്ടാകുന്നത്. അതിലേക്ക് നാടും വീടും ഒക്കെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അല്ലാതെ ഒന്നും ഇല്ലാണ്ട് എഴുത്തുകാർക്ക് ഇങ്ങനെ ശൂന്യാകാശത്തിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റൂല. നോവലോ കഥയോ എൻ്റെ തീം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കുറച്ച് ആൾക്കാർ വേണം. ജീവിതത്തിൽ നമുക്കറിയുന്ന കുറേ ഇമേജുകൾ ഉണ്ടാവും. പിന്നെ ആ ഇമേജുകൾ നമ്മൾ മാറ്റി നമ്മുടെ ഭാവനക്കനുസരിച്ചുള്ള കാലത്തിന് യോജിച്ച കഥാപാത്രങ്ങളായി മാറ്റണം. പിന്നെ അവർക്ക് ജീവിക്കാൻ ഒരു ഇടം കണ്ടെത്തണം, ഒരു വീട് വേണം, ചുറ്റുപാടുള്ള ആളുകൾ വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതം തുടങ്ങുന്ന പോലെ ജീവിതം തുടങ്ങുന്ന പോലെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു എഴുത്ത് കാലികമായിട്ട് അത് നിലനിൽക്കുകയുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുക കാലഘട്ടത്തെ രേഖപ്പെടുത്തുക എന്നുള്ളത് എഴുത്തുകാരുടെ ബാധ്യതയാണ്. മൊഴിമാറ്റങ്ങളിൽ അറബി ഭാഷയും അറബി സാഹിത്യമാണ് ആദ്യം ബി.എം. സോറയെ വരവേൽക്കുന്നത്. കിനാവിലൂടെയും മൊഴിയിലൂടെയും നിലാവിലൂടെയും ഒക്കെ തന്നെ. പിന്നെയാണ് അതിൻ്റെ മറ്റ് ട്രാൻസ്ലേഷനുകൾ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അറബ് കൺട്രീസിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ ഈ ഒരു മലബാറുകാരിക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു യാഥാസ്ഥിതിക സമൂഹത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ലോകത്തിലെവിടെയായാലും മുസ്ലിം സ്ത്രീകളുടെ ജീവിതം ഏകദേശം ഒരുപോലെയാണ്. ഞാൻ നഗീബ് മഹ്ഫൂസിൻ്റെ പാലസ് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, വലിയ നോവലാണ്. അത് കുറേ കഠിന ശ്രമത്തിൽ ഞാൻ ഇതാണ്. സഹോദരി ഭർത്താവ്യ അബ്ദുള്ള ഈജിപ്റ്റ് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റായി കൊണ്ടുതന്നതാണ്. നീ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾ വായിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് വായിക്കണം. അവർക്ക് ഈ ഇംഗ്ലീഷൊന്നും 100-400 പേജുള്ള പുസ്തകമൊന്നും അവർ വായിച്ചിട്ട് നടക്കില്ല. ആ ജീവിതം ഞാൻ നോക്കുമ്പം പ്രഭു കുടുംബങ്ങളിലെയും മുസ്ലിം ജീവിതം ഇതാണ്.
അവർ വലിയ കൊട്ടകൊത്തളം പോലെയുള്ള വീടുകളുണ്ടാവും. പക്ഷെ അവിടെ ആ മെയിൻ കഥാപാത്രത്തിൻ്റെ അയാൾ രാത്രി ഈജിപ്ഷ്യൻ ലൈഫ് വെച്ചിട്ട് അയാൾ രാത്രി നൈറ്റ് ക്ലബ്ബുകളിലും കോഫി ഷോപ്പിലും അവിടെ പാട്ടും അവിടെ അറിവ് കണ്ടിരുങ്ങൾ അതാണല്ലോ. അതവിടെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാര്യ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇയാളെ കാല് കഴുകി തുടച്ച് അയാളെ കിടത്തി ഉറക്കിയിട്ട് വേണം അവർ ഉറങ്ങാൻ. അപ്പം ഇതിങ്ങനെ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത്. ആ രീതിയിലൊന്നും അല്ലെങ്കിലും നമ്മളെ ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ. ചെറിയ തോതിലുള്ള പരിച്ഛേദങ്ങൾ ഇവിടെ പോയാൽ നമ്മൾ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കും. ഇവരെന്തിനാ പോകണമെന്ന് പോലും നമുക്കറിയില്ല. അവരെന്തെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നാലും നമ്മൾ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു ആ മുസ്ലിം ലൈഫിലുള്ള താരതമ്യമായിരിക്കും അറബികൾക്ക് എൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധാരണ. കാരണം ഏത് നാട്ടിൽ പോയാലും അതേപോലെ തന്നെ ഈ ആകാശഭൂമികളുടെ താക്കോൽ ഇത് ഒരു പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, നേരത്തെ തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, ഒരു ലോക സാഹിത്യത്തിലേക്ക് ഇത് എത്തിയിരുന്നെങ്കിൽ നമ്മുടെ ഒരു സമകാലിക, പ്രത്യേകിച്ചും ഒരു ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ടും ഇപ്പം നേരത്തെ VM സുഹറ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാ മുസ്ലിം സ്ത്രീകളും ഒരുപാട് പൊതുമാനകങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഏറ്റവും മികച്ച ഒരു ലിറ്റററി വർക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷനായിട്ട് മലയാളത്തിൽ നിന്നും മാറുകയായിരുന്നു. ഒരുപക്ഷെ ഒരു കുട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വലിയ പുരസ്കാരങ്ങൾ നേടേണ്ടിയിരുന്ന ഒന്നായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിൻ്റെ വിവർത്തന ശ്രമങ്ങൾ നടക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ശബിത. നമ്മൾ അങ്ങനെ ഒരു മഹത്തായ ലോക സാഹിത്യം എഴുതുന്ന ആളാണെന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ എൻ്റേതായ ഭാഷയിൽ രീതിയിൽ എഴുതുന്നു. അത് വായനക്കാർ ഇഷ്ടപ്പെടുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം. വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അവരെവിടെയെങ്കിലും കണ്ടാൽ വളരെ സന്തോഷത്തോടെ VM സുഹറ നിങ്ങൾ ഇന്ന കൃതി വായിച്ചു, ആ ഒരു സന്തോഷമാണ് എൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ അവാർഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുത്തുകാരി ആകണം എന്ന് വിചാരിച്ച് സാഹിത്യരംഗത്ത് വന്ന ആളല്ല. അതുകൊണ്ട് എനിക്കൊന്നും മോഹവും ഇല്ല, മോഹഭംഗങ്ങളും ഇല്ല. എനിക്ക് കിട്ടിയില്ലല്ലോ ഒന്നും ഇല്ല, കിട്ടിയ സന്തോഷം. ഇല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഒന്നും എഴുതുമ്പം പബ്ലിഷറോ വായനക്കാരോ ഒന്നും അന്നേരം മുന്നിൽ ഉണ്ടാവില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറയുകയും നമ്മളെ കാണുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന് അവർ നമ്മളെക്കാളും അധികം പഠിച്ച് നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നില്ല. അത് ഞാനങ്ങനെ ഒരു വലിയ ലോകസാഹിത്യം ആവണമെങ്കിൽ നമ്മൾ വലിയ വലിയ ക്ലാസിക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. നമുക്കൊന്നും ഒരു അഭിമാനിക്കാൻ പറ്റിയ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല എന്നൊരു തോന്നലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് എഴുത്തുകാർ പുസ്തകം വായിക്കരുത്. പക്ഷെ അങ്ങനെയല്ല, വായിക്കാണ്ട് നമുക്ക് ഇവിടുന്ന് ഭാഷ കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലയാളം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഭാഷ വശമായത് വായനയിലൂടെയാണ്. ഇതാണ് മലയാള ഭാഷ എന്ന് ഞാൻ പഠിച്ചത് വായനയിലൂടെയാണ്. അപ്പം ഇങ്ങനെ വലിയ വലിയ കൃതികളൊക്കെ ഡോസ്റ്റോവസ്കിയും ടോൾസ്റ്റോയും ഫ്ലോബറും ഒക്കെ വായിക്കുമ്പോൾ നമ്മളൊക്കെ വെറും കൃമികൾ, നമ്മളൊന്നും എഴുതുന്ന ഒന്നുമല്ല. പിന്നെ എന്ത് കണ്ടിട്ടോ തലയുയർത്തിയാ ഞാൻ വലിയ എഴുത്തുകാരിയാണ്, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല എന്ന് പറയാനുള്ള യാതൊരു അർഹത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ എഴുതുന്നു, വായനക്കാരുടെ അംഗീകാരം കിട്ടുന്നു, സന്തോഷം. എഴുത്തിൻ്റെ 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരികളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരാൾ. മാറ്റിവെച്ച എഴുത്തുകൾ ഒരുപാടുണ്ട്. കാരണം വലിയ കുടുംബത്തിലെ മെമ്പറാകുമ്പോൾ നമുക്കൊരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന എനിക്കിഷ്ടമല്ല. ഭാര്യ എന്നുള്ള നിലയിലും, അമ്മ എന്നുള്ള നിലയിലും, മകൾ എന്നുള്ള നിലയിലും, സഹോദരി എന്നുള്ള നിലയിലും ഒക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിറവേറണം. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണ് ഞാൻ എഴുതാറുള്ളത്. എനിക്കിപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു എഴുതാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുറി അടച്ചിരുന്ന് എഴുതാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഭർത്താവിന് അങ്ങനെയുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരുക്കി തരാൻ ആരും ഇല്ലായിരുന്നു. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ആയിരുന്നു. ഉമ്മ 93 വയസ്സിലാണ് മരിച്ചത്. ഉമ്മക്ക് ഒരുപാട് കുട്ടികളും, ഞങ്ങൾ തന്നെ 10 പേര്, ഏറ്റവും ലാസ്റ്റാണ് ഞാൻ, 10ാമത്തെ കുട്ടിയാണ് ഞാൻ. അത് ഉമ്മയോട് ഡോക്ടർമാർ ഇനി പ്രസവിക്കരുതെന്ന് പറഞ്ഞിട്ടും അത് അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ മതത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. ഞാനപ്പോൾ നിങ്ങളെന്തിനാ എന്നെ പ്രസവിക്കാൻ പോയത്? അപ്പോൾ ഇന്ന ഒരു ദിവസം എന്നോട് ഉമ്മ വയ്ക്കുക, ഞാൻ പ്രസവിച്ചുകൊണ്ടല്ലടി നിനക്കിപ്പോൾ എഴുതാൻ പറ്റിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യം വിചാരിച്ച ഉമ്മക്ക് ഞാൻ എഴുതുന്നൊന്നും വലിയ ഇഷ്ടമല്ല എന്നാണ്. കാരണം ഓരോരുത്തരൊന്ന് പറഞ്ഞു, കണ്ടില്ലേ എന്നാ കുടുംബക്കാരെ പറ്റി ഇങ്ങനെ എഴുതി ഇവള്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം പിന്നെ അന്നേരം അവരോട് എന്താ പറയുക വെച്ചാൽ, അവൾക്ക് കഥയല്ലേ എഴുതുന്നത്, ഇപ്പം എത്ര അതിനെന്താ അങ്ങനെ പറയാം. അവൾ എഴുതുന്ന കഥയല്ലേ, കഥ ആർക്കും പറയാലോ. പക്ഷെ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ എഴുതിയോ? അപ്പം ഇല്ലമ്മ അതിങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും. അങ്ങനെ ഉമ്മ വെച്ചാൽ ഒരുപാട് സമയമുണ്ട്, പക്ഷേ അത്ര എനിക്കിപ്പോൾ എഴുതാൻ പറ്റുന്നില്ല.
ഇപ്പം ബാധ്യതകളൊന്നുമില്ല, വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഓരോരോ നിയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ഈ എഴുത്തുകാരിയായത് തന്നെ ഒരു നിയോഗമാണ്. എനിക്കിപ്പം ടോണി മോറിസൺ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. നൊബേൽ അവാർഡ് കിട്ടിയ സമയത്ത്, പുരസ്കാരം കിട്ടിയ സമയത്ത് മാധ്യമപ്രവർത്തകർ നിങ്ങൾ എപ്പോഴാണ് എഴുതാൻ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമകൻ ഉറങ്ങുന്ന സമയത്ത്. എങ്ങനെയാണ് ഒരു സ്ത്രീ എപ്പോഴാണ് ഫ്രീ ആവാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമുക്കിങ്ങനെ പെട്ടെന്നൊരു വെളിപാട് പോലെ എന്തെങ്കിലുമൊക്കെ തോന്നും. അപ്പം എനിക്ക് അങ്ങനെ വെളിപാടുണ്ടായത് പലതും എഴുതാൻ സാധിച്ചിട്ടില്ല, സമയക്കുറവ് കാരണം. പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പം ഒരുപാട് സമയമുണ്ട്. ശ്രമകരമായി, എഴുത്ത് വളരെ ശ്രമകരമാണ്, അത്ര എളുപ്പമൊന്നുമല്ല. ഭാഷ വേണം, പിന്നെ അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയണം. വെറുതെ ഒന്നും അങ്ങനെ എഴുതാനൊന്നും പറ്റില്ല. നമുക്ക് അനുഭവം വേണം. ആ അനുഭവം നമ്മുടെ ഭാവനയിലൂടെ അത് പുറത്തു കൊണ്ടുവരണം. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കണം. ഞാൻ ഒരിക്കലും എനിക്ക് പരിചയമുള്ള ഒരു കഥാപാത്രത്തെയും അതുപോലെ വരച്ച് കാട്ടിയിട്ടില്ല. ഒരു പല പല കഥാപാത്രങ്ങളിൽ നിന്ന് കൂട്ടിയെടുത്ത് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കും. പലപ്പോഴും എൻ്റെ ആത്മാംശങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലർ ചോദിക്കുന്നത് എഴുത്തുകാരി അത് അല്ലെങ്കിൽ എഴുത്തുകാരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം ഈ പെണ്ണുങ്ങളുടെ സുനിത കല്യാണി സാഹിത്യകാരിയാണ് ആ ക്യാരക്ടർ. അത് ഞാനാണോന്ന് വെച്ചാൽ അല്ല. എന്നാൽ എൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ ഇതിലുണ്ടാവും. അത് നമ്മളൊക്കെ അറിയാതെ വരുന്നതാണ്. ആത്മാംശം മാറ്റി അത് സ്ത്രീകളെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക ഇപ്പോഴും ഒരു വലിയ ഒരു ഇതാണല്ലോ. നമ്മൾ എന്ത് എഴുതുന്നതും നമ്മളെ ജീവിതമായിട്ട് താരതമ്യപ്പെട്ട് പുരുഷ കഥാപാത്രത്തെ മോശമാക്കി എഴുതിയാൽ അയ്യോ പാവല്ലേ സാറിനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആലോചിച്ച് നോക്കും മാധവക്കുട്ടി എന്തെല്ലാം അതെ, അങ്ങനെയൊക്കെ അതിനത്ര ശ്രദ്ധ കൊടുക്കാൻ ഞാൻ മതി. ആൾക്കാർ പറയും പറയുന്നത് നമുക്ക് എഴുതാനുള്ള എഴുതുക. എവിടുന്നോ ഒരു ചെറിയ സ്പാർക്ക് എവിടെയോ ഉള്ളതുകൊണ്ട് എനിക്ക് എഴുതാൻ സാധിച്ചു. ഒരുപാട് എഴുതിയിട്ടില്ല, എഴുതിയത് മോശമാകാതിരിക്കാൻ ശ്രദ്ധിച്ചു. അത്രയല്ലാണ്ട് ഞാൻ മഹത്തായ കൃതികളൊന്നും എഴുതിയെന്ന് അവകാശപ്പെടാനൊന്നും ഞാനൊരിക്കലും തുനിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മുഖ്യധാരയിലേക്ക് വന്നത് ഈ മുസ്ലിം ജീവിതം എഴുതിയിട്ട് മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി, എന്നെ അരികുവൽക്കരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. നടന്നിരുന്നു. ഈ മുസ്ലിം കൊളോക്കിയൽ ലാംഗ്വേജിൽ മാത്രം എഴുതുന്നു, അവർ മുസ്ലിം ജീവിതം മാത്രം എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് അരികുവൽക്കരിക്കാനുള്ള ശ്രമം നന്നായി നടന്നിരുന്നു. സാഹിത്യ അക്കാദമിയിലൊന്നും എൻ്റെ പുസ്തകം പോലും 10 പുസ്തകങ്ങൾ ആ കൂട്ടത്തിൽ വരൂലായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയാണ് സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് കിട്ടിയത്. പുസ്തകം തട്ടിമാറ്റി കഴിഞ്ഞപ്പോൾ സമഗ്ര സംഭാവനകൾ അവാർഡ് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പൊരുതി നേടിയെടുത്തതാണ്. ഈ മുഖ്യധാര സാഹിത്യ രംഗത്ത് എത്തുക എന്നുള്ളത്. എന്തായാലും ഞാൻ എഴുത്തുകാരിയായി, ഇനി അരികുവൽക്കരിക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു ഉറച്ച ഒരു തീരുമാനമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് എത്തിയാൽ പെട്ടെന്നൊരാൾ ഇങ്ങനെ ഊതി വീർപ്പിച്ച് ബൂസ്റ്റ് ചെയ്ത് എത്തിയതല്ല ബി എം സോറ സ്ട്രഗിൾ ചെയ്ത് ഈ രംഗത്ത് പിടിച്ചു നിന്ന ആളാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ആദ്യകാലത്തെ വിമർശനങ്ങളൊക്കെ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നോ ഈ നോവലുകളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ? പ്രത്യേകിച്ചും അന്നൊക്കെ, അതായത് ബി എം സോറയൊക്കെ എഴുതി തുടങ്ങുന്ന കാലം എന്ന് പറയുന്ന സമയത്ത് ലിറ്റററി ക്രിറ്റിസിസം വളരെ പ്രോമിനൻ്റ് ആയി നിൽക്കുന്നതും ഒരുപാട് ജേർണലുകളും വാരികകളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പരസ്പരം അക്ഷരങ്ങളിലൂടെ ചെളിവാരി അറിയാൻ എളുപ്പം കഴിഞ്ഞ കാലമാണല്ലോ. അപ്പം അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നോ? അതൊക്കെ കൂടുതലും ബന്ധുക്കളിൽ നിന്നാണ് നേരിട്ടത്. എനിക്ക് പുറം ലോകത്തുനിന്ന് എൻ്റെ കിനാവിനും ഇരുട്ടിനും ഒക്കെ നല്ല നല്ല ലിറ്റററി റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അയ്യപ്പ പണിക്കര് സാറ്, ജയേന്ദ്രൻ സാറ്, അതുപോലെയുള്ള പ്രമുഖരായ എഴുത്തുകാരൊക്കെ ഇത് വായിച്ചിട്ട് അവർക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അവർ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന ഒരു സ്ത്രീ ആവേണ്ടതായിരുന്നു. അവർ ഇത്രയും എഴുതിയല്ലോ. ഈ ഒരു ബി എം സോറ എന്ന് പറഞ്ഞാൽ അവർ ക്രമ ബഷീറിൻ്റെ ഭാര്യ, അവരൊക്കെ വരുമ്പോൾ ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവരെ ആദരിക്കും, അവരെ സ്നേഹിക്കും. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. കുടുംബത്തെക്കാളും ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ സാഹിത്യത്തെപ്പറ്റി വായിച്ച് പഠിച്ച് എഴുതിയതൊക്കെ എനിക്ക് വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. വലിയ വലിയ അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്ന അതൊക്കെയാണ്. പണിക്കർ സാർ ഒരു ഇതെഴുതി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ബൃഹത്തായ സൗഹൃദം സാഹിത്യ മേഖലയിൽ ഉള്ള രണ്ടുപേരാണ്, ദാമ്പത്യത്തിലുള്ള ആളുകളാണ്. ഡോക്ടർ എം ബഷീർ അദ്ദേഹത്തിൻ്റെ നിരൂപണ മേഖലയിലാണെങ്കിലും ശരി, ബി എം സോറ അവരുടെ നോവലുകളിലാണെങ്കിലും ശരി, നല്ലൊരു സാഹിത്യ ബോണ്ടുള്ളൊരു ഫാമിലിയാണ്. നമുക്കൊക്കെ എപ്പോഴും മാളിയേക്കൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജം നിറഞ്ഞ നിറയെ അക്ഷരങ്ങൾ നടക്കുന്ന ഒരു വീട് പോലെ നമുക്ക് എപ്പോഴും തോന്നാറ്. ടിയുടെയും പിന്നെ അതേപോലെ NP-യുടെ ഒക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കോലായ പോലുള്ള സംവാദങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതിനൊന്നും പോയിട്ടില്ല. ഞാൻ അന്നൊക്കെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പൊതുസദസ്സിൽ പങ്കെടുത്ത് ലളിതാംബിക അന്തർജന അവാർഡ് കിട്ടിയപ്പം അത് വാങ്ങാനാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. കോളേജ് എഴുത്തിന് എത്ര വർഷമായിട്ടുണ്ടാവും?
അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എഴുതി തുടങ്ങുന്ന എഴുത്തുകാരികൾക്കുള്ള അന്ന് ഫസ്റ്റ് അവാർഡാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്. പിന്നെ എനിക്ക് തുടക്കക്കാരികൾക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. ബഷീർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബഷീറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടിയേ എനിക്കൊരു അവാർഡ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ, എത്ര കാശ്? എനിക്കറിയില്ല. ബഷീറൊക്കെ നമ്മളെ സ്വന്തം വീട്ടിലൊരു കാരണവരായിരുന്നു. ബഷീർ ആയാലും MT ആയാലും NP ആയാലും ഒക്കെ ഞങ്ങൾക്ക് പേഴ്സണലി നല്ലോണം അറിയാൻ. അതൊന്നും എൻ്റെ സുഹൃത്തുക്കളല്ല, ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ, സഹോദരൻ്റെ സുഹൃത്തുക്കൾ, സഹോദരി ഭർത്താവിൻ്റെ. അങ്ങനെ ഞാൻ അവരെ പുസ്തകം വായിച്ച് അവരോടുള്ള ആരാധന മൂത്ത് ഞാൻ ഇവരെയൊക്കെ പിന്നെ ബഷീറിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പം അങ്ങനെ ബഷീറാണ് എന്നെ വിളിച്ച് പറയും. പിന്നെ N. മോഹനൻ സാർ, വീട്ടിൽ മോഹനൻ ചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കൽ, വന്നിട്ട് ഇങ്ങനെ സോറക്ക് ഞങ്ങൾ തരാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരുന്നു അക്കാലത്ത്. എഴുത്തുന്നൊരു അവരൊക്കെ ഉദ്ദേശിച്ചതാണ്, ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ രംഗത്ത് വരുന്നു, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ വളരെ അഭിമാനകരമായിട്ടുള്ളത്, ഞങ്ങളുടെ തലമുറയിലും ഞങ്ങൾക്ക് ശേഷം നടക്കുന്ന തലമുറകളിലും ഒക്കെ കുട്ടികൾ എഴുത്തിനോടുള്ളവരുടെ ആഭിമുഖ്യം വിരലിലെണ്ണാവുന്നവരല്ല, വിരലിൽ എണ്ണിത്തീരാൻ പറ്റാത്ത അത്രയും ആളുകൾ മലയാള സാഹിത്യത്തിലേക്ക്, പ്രത്യേകിച്ചും പുതിയ പുതിയ ചിന്തകളോടെ, പുതിയ വിമർശനങ്ങളോടെ, ജീവിത കാഴ്ചപ്പാടുകളോടെ പുതിയ തലമുറ വരുന്നുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. യങ് ജനറേഷൻ്റെ ജീവിതം നമുക്കറിയില്ല. നമ്മളെ ജീവിതം എഴുതി, അവരെ ജീവിതം എഴുതുന്നു, അത് നമ്മൾ ആസ്വദിക്കുന്നു. അതൊക്കെ വലിയ ഒരുപാട് കുട്ടികൾ വരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. കാരണം അവരെഴുതുന്നത് ചവറല്ല. അവർ ഇന്നത്തെ, ഞാൻ പറഞ്ഞില്ലേ, കാലഘട്ടത്തെ രേഖപ്പെടുത്തുക എഴുത്തുകാരുടെ ബാധ്യതയാണ്. നിങ്ങളെ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലഘട്ടത്തെ നിങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ്, നമ്മൾ പറയാനുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. എൻ്റെ ഈ പെണ്ണുങ്ങളായാലും ശരി, കാലം വരുന്നുണ്ട്, അതിൽ കോവിഡ് ഉണ്ട്, ട്രാൻസ്ജെൻഡർ വിഷയം വരെ, അത് 3 ട്രാൻസ്ജെൻഡർ ജീവിതമുണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചെഴുതിയതാണ്. അപ്പൊ അത് ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ കാലം എഴുതട്ടെ, എന്നാലല്ലേ അത് ചരിത്രരേഖയായിട്ട് അവിടെ കിടക്കുകയുള്ളൂ. ചരിത്രരേഖകളാണല്ലോ ഈ എഴുത്ത് എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുപാട് കാലത്തെ പരിചയമുള്ള രണ്ടാളുകളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എഴുത്ത് ജീവിതത്തിലൊക്കെ അത് ചെയ്യരുതെന്നും ചെയ്യണമെന്നും നിർദ്ദേശിക്കാൻ മാത്രം അത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ എനിക്ക് BM സുഹറയോട് സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ്. മാത്രമല്ല, നമ്മളുടെ അടഞ്ഞുകിടന്ന കുറേ വിഷനുകൾ, അടഞ്ഞുകിടന്ന കുറേ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനും ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നതിനെക്കുറിച്ച്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരി എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ അവർക്ക് പിറകിലുള്ള സ്ട്രഗിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യത വായനക്കാർക്കില്ല എന്നുള്ള ഒരു തരത്തിലുള്ളൊരു സമൂഹത്തിൽ. കാരണം ആർക്കും ആരെക്കുറിച്ചും ചിന്തിക്കാനോ പറയാനോ നേരമില്ല, കാലവും ഇല്ലാതെ എന്തിനോ പിറകെ ഓടുന്ന ഒരവസ്ഥയാണല്ലോ. അതിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ ഒരു കമ്മ്യൂണിറ്റിയെ, ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരമന രഹസ്യം പാട്ടാക്കുകയാണ്. ആ അരമന രഹസ്യം പാട്ടാക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന എല്ലാ തരത്തിലുള്ള സാമുദായിക വിലക്കുകളെ ഒക്കെ അതിലംഘിച്ചുകൊണ്ട്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ആർട്ടിസ്റ്റ് BM ഗഫൂർ സാറിനെ പോലുള്ള ആൾക്കാർ, അബ്ദുള്ള സാറിനെ പോലുള്ള വലിയ ആളുകളൊക്കെ നിലനിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന, അതുപോലെ ഭർത്താവിൻ്റെ സപ്പോർട്ടിൽ നിന്നും അദ്ദേഹം, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ലിറ്റററി ക്രിട്ടിക് എന്ന നിലയിൽ അദ്ദേഹം തീർത്തും മാറി നടന്നുകൊണ്ട് ഒരു വിമർശകനും ആയിക്കൊള്ളെ തന്നെ എന്താണ് ജീവിത പങ്കാളിയുടെ സാഹിത്യത്തിലെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ചിന്തിക്കുക പോലും ഇടപെടാതെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാൻ ഈ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കിപ്പോഴും ഞാനൊരു വലിയ എഴുത്തുകാരിയാന്നുള്ളൊരു തോന്നലേ എനിക്കില്ല. എൻ്റെ ഏറ്റവും മികച്ച കൃതി ഇതുവരെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വരുമായിരിക്കാം, പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, ഞാൻ വാസ്തവത്തിൽ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയാതെ ഈ രംഗത്ത് വന്ന ആളാണ്, വന്ന് പെട്ടതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഴുത്താണ്. എഴുത്തിലൂടെ കാണുന്ന ഒരു തരി വെളിച്ചമാണ് വാസ്തവത്തിൽ എനിക്കിന്ന് എൻ്റെ ജീവിതം. നമ്മളിപ്പോൾ ഇതൊക്കെ പറയാൻ ജീവിത സായാഹ്നം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലെത്തി. ആ ജീവിത സായാഹ്നത്തിൽ എൻ്റെ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പാണ് എഴുത്ത്. അതിനി എത്ര കാലമോ ജീവിക്കുമ്പോൾ എന്നിടത്തോളം അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സാറ അബൂബക്കർ, കന്നഡ എഴുത്തുകാരി, അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല മൊഴി എന്നുള്ള നോവൽ. അതെ, ഭയങ്കര സ്പാർക്കോടുകൂടി മുസ്ലിം കന്നഡ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിതം അവരെഴുതി ഒരുപാട് ദുരിതം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു ഈ പുസ്തകം റിലീസ് വെച്ചപ്പം.
അപ്പം അന്ന് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവർ പിടിച്ചു നിന്നു. അതെ. അത് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയത്. എൻ്റെ കുടുംബത്തിൽ ഈ 2-3 പേരെ സപ്പോർട്ടുള്ളൂ കേട്ടോ, ബാക്കി മുഴുവൻ എതിർപ്പായിരുന്നു. അത് ഈ ഒരു ചെറിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ എതിർപ്പ് എനിക്ക് നേരിടാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ശരിക്കും നമ്മൾക്കൊക്കെ ചെറിയൊരു താങ്ങ് മതിയല്ലേ? ചെറിയ താങ്ങ് മതി. നമ്മുടെ ഉള്ളിൽ ഊർജ്ജം ഉണ്ടെങ്കിൽ ആ ഊർജ്ജം നമ്മൾ ഊതി 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 കത്തിച്ച് വലിയ വെളിച്ചാക്കാൻ നമുക്ക് സാധിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയാണോ? സംതൃപ്തിയാണോ? എഴുത്തിൽ അത്ര വലിയ സംതൃപ്തിയൊന്നുമില്ല. ഇനിയും എനിക്കൊരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ജീവിതത്തിൽ ദൈവം സാധിച്ചെൻ്റെ മക്കളെ ഒരു വാല്യൂ ബോധമുള്ള അല്ലെ മൂല്യബോധമുള്ള മക്കളാക്കി വളർത്താൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെച്ചത്. അതൊക്കെ എൻ്റെ മക്കളെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായ രീതിയിലല്ല, മൂല്യബോധമുള്ള തലമുറയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വലിയ ആത്മസംതൃപ്തി. പിന്നെ എൻ്റെ റോളുകളെല്ലാം നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതൊരു ആത്മസംതൃപ്തി ഉണ്ട്. അല്ലാതെ എഴുത്തിൽ നമ്മൾ ഒരിക്കലും ഒരു എഴുത്തുകാർക്കും എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല. ഓരോ പ്രാവശ്യം നമ്മളായിരിക്കും ഇനിയും മികച്ചത് എഴുതാൻ പറ്റും എന്നുള്ള ഒരു എന്താണ് ആ ഒരു മോഹമാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം. കിനാവ് ഒന്നും കൂടി മാറ്റി എഴുതാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എഴുതുമോ? കിനാവിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. കാരണം അതൊരു ചരിത്രപരമായ സംഭവങ്ങളാണ് അതിലുള്ളത്. വേറെ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ പെണ്ണുങ്ങളോ ആകാശഭൂമികളുടെ താക്കോലോ ഒക്കെ മാറ്റി എഴുതാൻ സാധിച്ചാൽ മാറ്റം വരുത്തുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മാറ്റം വരുത്താൻ സാധിച്ചേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ BM സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അവരോടൊപ്പം വിവർത്തകയും എഴുത്തുകാരിയുമായ ഷബിത. കയ്യൊപ്പ്.